ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പഴയകാല ചെടിയാണ്. പണ്ട് കാലത്ത് ഒരുപാട് വീടുകളിലൊക്കെ ഈ ചെടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് വെണ്ടച്ചെമ്പരത്തി എന്നാണ്. വെണ്ടച്ചെമ്പരത്തി എന്ന് പേര് വരാൻ കാര്യം, പൂക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ സാദൃശ്യമുണ്ട്. അതിൻ്റെ മുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ വെണ്ട വിത്തുകളോടൊക്കെ സാദൃശ്യമുണ്ട്. ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞിട്ട് വരുന്ന വിത്തുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വെണ്ടയുടെ രൂപത്തിലാണ് ഇതിൻ്റെ വിത്തുകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു പേര് വന്നത്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾക്കൊക്കെ നടുക്ക് ഇങ്ങനെ ഒരു വെള്ള കളറും ചുറ്റുപാടും നല്ലൊരു റെഡ് കളറും, അതുപോലെ തന്നെ ഇതളുകൾക്ക് ഇങ്ങനെ ചെറിയ വരകൾ പോലൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി ചെടി, അത് പക്ഷേ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ്. ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ചെടിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കണേ. ആ ചെടി ഇതുമായിട്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇത് താരതമ്യേന ചെറിയ കുറ്റിച്ചെടിയാണ്. മറ്റേ നല്ല ഹൈറ്റിൽ പോകുന്നൊരു ചെടിയാണ്. പക്ഷേ എല്ലാം ഒരേ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയായിട്ടാണ് തോന്നുന്നത്. ഇത് ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടംപോലെ വിത്തുകളുണ്ടാവും. വെണ്ട വിത്ത് പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞ് ഉണ്ടാകുന്ന വിത്തുകൾ ഇരയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടും പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പ്രത്യേകിച്ച് ഒരു എഫർട്ട് കൂടാതെ തന്നെ ഇല്ലാതെ തന്നെ ഈ പൂക്കൾ കഴിയുമ്പോഴത്തേക്കും ഈ വിത്തുകൾ നിലത്ത് വീണ് പുതിയ ചെടികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനെ പോലെ തന്നെ നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണിത്. അത്യാവശ്യം നല്ല വെയിലും വേണം. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ നമ്മൾ നനച്ചും കൊടുക്കണം. പൂക്കൾക്കെല്ലാം ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. പക്ഷേ പുതിയ പുതിയ മുട്ടുകളിങ്ങനെ പുതിയ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമുക്കൊരു പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നല്ല രീതിയിലൊക്കെ തേനൊക്കെ ഉള്ളതുകൊണ്ട് ബട്ടർഫ്ലൈസും ഒക്കെ എപ്പോഴും ഉണ്ടാകും. ഇതിൻ്റെ ഒരു ഹൈറ്റുള്ളൊരു വെറൈറ്റി ഉണ്ട്, ഡാർക്ക് മെറൂൺ നിറത്തിലുള്ള ചെടി. അതിന് നല്ല ഹൈറ്റിൽ പോകുന്ന ചെടിയാണ്. അതിന് അത്യാവശ്യം എന്താ പറയുന്നത്, തണ്ടിനൊക്കെ തീരെ ഒരു ബലക്കുറവായിട്ട് നല്ല ഹൈറ്റിൽ പോകുന്നതാണ്. പക്ഷേ പൂക്കൾക്കെല്ലാം ഇതുമായിട്ടൊക്കെ നല്ല സാദൃശ്യമുണ്ട്. ഇത് അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ടൈപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും. ഇതൊക്കെയാണ് ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.